പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വലിയ നാമത്തിൽ ഒന്നോട് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവവചനത്തിൽ നിന്നൊരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 42 വാക്യം. ഉടനെ ഫറവോൻ ആളയച്ചു ജോസഫിനെ വിളിച്ചു. പ്രൈസ് ദി ലോർഡ്. ഫറവോൻ കാരാഗ്രഹത്തിൽ കിടക്കുന്ന ജോസഫിനെ ആളയച്ച് വിളിച്ചു. വിളിക്കുവാനുണ്ടായ ഒരു കാരണം, ജോസഫ് ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന ജോസഫ് ഇപ്പോൾ കാരാഗ്രഹത്തിൽ ബന്ധസ്ഥനായി കിടക്കുകയാണ്. ജോസഫിനെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി, ജോസഫിനെ കുറിച്ച് ദൈവത്തിന്റെ ഉദ്ദേശവും ദൈവത്തിന്റെ ഇഷ്ടവും ചെയ്യുവാൻ ഉള്ളതായ ദൈവഭക്തനെ ഒരു തെറ്റും ചെയ്യാതെ, ഒരു കുറ്റവും ചെയ്യാതെ അദ്ദേഹത്തെ കാരാഗ്രഹത്തിൽ കുറ്റവാളി എന്ന നിലയിൽ, തെറ്റുകാരൻ എന്ന നിലയിൽ ദുർവർത്തമാന നിമിത്തം കാരാഗ്രഹത്തിനകത്ത് കിടക്കുകയാണ്. കാരാഗ്രഹത്തിൽ കിടക്കാനല്ല ജോസഫിനെ കുറിച്ച് ദൈവത്തിന്റെ ഉദ്ദേശം. പിന്നെയോ ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്ക് ഒന്നാമത് ഒരു വാഗ്ദത്തം ജോസഫിന്റെ മേൽ കിടക്കുകയാണ്. ജോസഫ് തന്റെ ഭവനത്തിലായിരുന്നപ്പോൾ, പിതാവിനോടൊപ്പമായിരുന്നപ്പോൾ, സഹോദരന്മാരുടെ കൂടെ ആയിരുന്ന സമയത്ത് ജോസഫ് ഒരു ദർശനം കണ്ടു. ആ ദർശനത്തിന്റെ വ്യാഖ്യാനമാണ് ജോസഫിനെ കാരാഗ്രഹം വരെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. എന്നാൽ ആ കാരാഗ്രഹത്തിനകത്തു നിന്നും ജോസഫിനെ ദൈവം വിടുവിക്കുവാൻ ദൈവത്തിന്റെ പദ്ധതി ജോസഫിന്റെ മേൽ വരുവാനിടയായി. അതിനൊരു കാരണമുണ്ടായത്, മിസ്രൈമിലെ രാജാവായിരിക്കുന്ന ഫറവോൻ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം വ്യാഖ്യാനിച്ച് അതിന്റെ പൊരുള് തിരിച്ചു കൊടുക്കുവാൻ മിസ്രൈമിലെ സകല മന്ത്രവാദികളെയും സൗനവാദികളെയും എല്ലാവരും വിളിച്ച് താൻ കണ്ട ദർശനത്തെ കുറിച്ച് പറഞ്ഞിട്ട് അത് എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ കഴിയാതെ പരാജയപ്പെട്ടു പോയ സ്ഥാനത്ത് ജോസഫിനെ ദൈവം മിസ്രൈമിലേക്ക് കൊണ്ടുവരുവാൻ തീരുമാനിച്ചു. ജോസഫിനെ ദൈവം മിസ്രൈമിലേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചുവെങ്കിൽ അതങ്ങനെ നടന്നേ മതിയാകത്തുള്ളൂ. ദൈവമായിരിക്കുന്ന കർത്താവ് നാം ഏത് പ്രതികൂലത്തിന്റെ സാഹചര്യത്തിലായിരുന്നാലും അവിടെ നിന്നും വിടുവിക്കുവാൻ ദൈവത്തിന് നമ്മുടെ മേൽ പദ്ധതി വന്നാൽ ഏത് പ്രതികൂലത്തെയും അതിജീവിക്കത്തക്കതായിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളെയും ദൈവമായിരിക്കുന്ന കർത്താവ് ഒരുക്കുക തന്നെ ചെയ്യും. ജോസഫിനെ ഫറവോൻ കണ്ട ദർശനം അതിന്റെ പൊരുള് തിരിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ മിസ്രൈമിൽ വലിയൊരു കഠിനമേറിയിരിക്കുന്ന ക്ഷാമം വരാൻ പോകുന്നു. ആ ക്ഷാമത്തിൽ ചില സംഭരണ നഗരികൾ ഇവിടെ ക്രമീകരിച്ചു വെക്കണം, ഭക്ഷ്യസാധനങ്ങൾ ഇവിടെ ഒരുക്കണം. അതാണ് ഫറവോൻ കണ്ട ക്ഷാമത്തിന്റെ ദർശനം. എന്നാൽ ജോസഫിന് അത് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ, ഫറവോൻ അത് ജോസഫിനെ തിരികെ കൊടുത്തു കഴിഞ്ഞപ്പോൾ, ജോസഫിനെ ആ മിസ്രൈമിലെ ഫറവോൻ ഒഴികെ ഹല്ലേലൂയ മൂന്നാമത്തെ രാജാവായി ഫറവോൻ നിയോഗിക്കുവാനിടയായി തീർന്നു. ജോസഫിനെ നിഷേധിച്ച് ജോസഫിനെ കൊന്നുകളയാൻ തീരുമാനിച്ച തന്റെ സഹോദരന്മാർ ജോസഫിന്റെ അടുത്ത് വന്ന ഭക്ഷണം വാങ്ങിച്ച് കൊണ്ടുപോകുന്ന ചരിത്രം ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നമ്മെ ആരെല്ലാം നിഷേധിച്ചാലും, ആരെല്ലാം ഒറ്റപ്പെടുത്തിയാലും, ആരെല്ലാം നമ്മളെ അപവാദം പറഞ്ഞാലും, നിന്റെ വിഷയത്തിനകത്ത് ദൈവം നീതിമാനാണ്. നിന്റെ ജീവിതത്തിൽ നീതിയുണ്ടെങ്കിൽ, വിശ്വസ്തതയുണ്ടെങ്കിൽ, നീതിമാനായ ദൈവം നിനക്ക് കാര്യം തീർത്ത് സമാപ്തിയിലേക്ക് കൊണ്ടുതരുമെന്നുള്ളതാണ് ഈ ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇന്ന് ഏത് പ്രശ്നത്തിലാണ് നീ ഇരിക്കുന്നുവെങ്കിൽ ആ വിഷയത്തിനകത്തൊരു വിടുതലിന്റെ രാത്രിയായി, ഒരു വിടുതലിന്റെ ഹല്ലേലൂയ സമാധാനമായി നിന്റെ ജീവിതത്തിൽ വന്ന് ഭവിപ്പാൻ തക്കവണ്ണം ഇടയായി തീരും. ദൈവമായ കർത്താവ് വചനത്തെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.